എത്ര നാൾക്ക് ശേഷമാണ് തിയേറ്ററിലൊരു പടം കണ്ടിട്ട് ഇത്രയും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. പക്ഷെ വാഴയിൽ ഹാഷിർ ടീമൊക്കെ വന്നപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് വർക്കായില്ല. അപ്പോൾ എനിക്ക് വാഴ 2 എന്തായിരിക്കും ഇവർ ചെയ്യുന്നതെന്നുള്ള കാര്യത്തിൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ട്രെയിലർ കണ്ടപ്പോൾ കൊള്ളാലോ എന്നൊരു സാധനം വന്ന് അപ്പം തൊട്ട് ഞാൻ എന്തോ ഉണ്ട്, സംഭവം ഉണ്ടെന്ന് എനിക്ക് അറിയായിരുന്നു. പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം ഈ കഴിഞ്ഞ 1-2 മാസത്തിനിടയ്ക്ക് എത്ര സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടാവും. അപ്പോഴൊക്കെ ഇറങ്ങുമ്പോൾ എനിക്ക് എന്തോ മിസ്സിങ് ആയ ഫീലായിരുന്നു. ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണില്ല. ഇന്ന് ആ വിഷമമൊക്കെ മാറി കിട്ടി. ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഒരു നല്ല പടം കണ്ട് കിട്ടും, ഒരു നല്ല പടം കഴിഞ്ഞ് ഒരു നല്ല പടം കണ്ടു കഴിഞ്ഞ് കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ഈ പടം എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയാലും റിലേറ്റബിൾ ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. കാരണം ഇതൊരു ബോയ്സ് ഗ്യാങ്ങിൻ്റെ കഥയായിരിക്കും എന്ന് നമുക്കറിയാലോ. അപ്പോൾ ലെനും അലൻ്റെ അനിയത്തിയും തമ്മിലുള്ള അടിയും പിടിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഓർമ്മ ആയത് എൻ്റെയും എൻ്റെ ചേട്ടൻ്റെയും ചെറുപ്പകാലമാണ്. ഞങ്ങൾ ഭയങ്കര അലമ്പായിരുന്നു. എനിക്ക് കറക്റ്റ് റിലേറ്റ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് നമ്മൾ സിബ്ലിങ്സ് തമ്മിലുള്ള ആ ഒരു അടിയും പിടിയുന്ന ആ റിലേഷൻഷിപ്പ് വേറൊരു ഇതിലേക്ക് മാറുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അടിയൊക്കെ കഴിഞ്ഞിട്ടൊരു ഘട്ടം ഉണ്ടല്ലോ, അപ്പോഴായിരുന്നു എനിക്കെന്തോ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഇമോഷണലായി കരയിപ്പിച്ച്. സെക്കൻഡ് ഹാഫിൽ ഫുള്ള് കരയിപ്പിച്ച്. പക്ഷേ കരഞ്ഞ് ആ എൻഡിങ് എന്ന് പറയുന്നത് ആ കൊണ്ട് നിർത്തിയത് അടിപൊളിയായിരുന്നു. ഇതിൽ കുറേ ഇമോഷൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് മാറിയിട്ടുണ്ടെങ്കിൽ ഇത് ക്രിഞ്ചാവും, ഇത് ഓവറാവും, ഡ്രാമാറ്റിക് ആവും. പക്ഷെ ആ മീറ്റർ കറക്റ്റായിരുന്നു.